ഭർത്തൃപീഡനം കാരണം ഷാർജയിൽ ആത്മഹത്യ ചെയ്ത വിപഞ്ചികയുടെ മൃതദേഹം നാട്ടിലെത്തും മുൻപാണ് അതുല്യയുടെ മരണവും കേരളം അറിഞ്ഞതല്ലേ. കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ് ജീവനൊടുക്കിയ കണ്ണൂരിലെ റീമയെയും കൊല്ലത്തെ വിസ്മയെയും കേരളത്തിൽ ആരും മറന്നിട്ടില്ല. ഇക്കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കേരള പോലീസിന്റെ ക്രൈം റെക്കോർഡ്സിൽ ഭർത്താവിൻ്റെയോ ബന്ധുക്കളുടെയോ പീഡനവുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തപ്പെട്ട പരാതികളിൽ അതിൻ്റെ എണ്ണം 1,00,000-ഓളം വരികയാണ്. വനിതാ കമ്മീഷനിൽ ഈ 7 മാസത്തിനുള്ളിൽ മാത്രം വന്നത് 72 പരാതികളുമാണ്. കാണാം ന്യൂസ് മലയാളം ദ ബിഗസ്റ്റ്. ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് ഓരോ മരണമുണ്ടാകുമ്പോഴും അത് അവസാനത്തേതായിരിക്കട്ടെ എന്നാണ് മിക്കവരും ആഗ്രഹിക്കുക. പക്ഷെ കേരള പോലീസിലും വനിതാ കമ്മീഷനിലും ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ടെത്തുന്ന പരാതികളുടെ എണ്ണം പെരുകുകയാണ്. ഗാർഹിക പീഡന പരാതികളുടെ കഴിഞ്ഞ 10 വർഷത്തെ കണക്കെടുക്കുമ്പോൾ 2021 മുതൽ പരാതികളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായതെന്ന് കാണാനാകും. 2016-ൽ 3500-ഓളം ഗാർഹിക പീഡന പരാതി ഉണ്ടായിരുന്നെങ്കിലും 2017 മുതൽ 2020 വരെയുള്ള 3 വർഷം അത് 3000-ൽ താഴെയായി കുറഞ്ഞു. എന്നാൽ 2021 മുതൽ ക്രമാതീതമായി പരാതികൾ കൂടുകയായിരുന്നു. 2021 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ 5000-ഓളം ഗാർഹിക പീഡന പരാതികളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കാലം മുന്നോട്ടു പോകുമ്പോഴും വീടുകൾക്കുള്ളിൽ അതിക്രമങ്ങൾ പെരുകുന്ന ദുരവസ്ഥയുടെ നേർക്കാഴ്ചയാണ് ഈ കണക്കുകൾ. വനിതാ കമ്മീഷനിൽ മാത്രം ഈ വർഷം ജനുവരി 1 മുതൽ ജൂലൈ 25 വരെയുള്ള കാലയളവിൽ, അതായത് 7 മാസത്തിനുള്ളിൽ 72 പരാതികളാണ് എത്തിയത്. അതിൽ ഏറ്റവും കൂടുതൽ തലസ്ഥാനമായ തിരുവനന്തപുരം ജില്ലയിൽ, ഏറ്റവും കുറവ് വയനാട്, പത്തനംതിട്ട ജില്ലകളിലും. കേരളത്തിലെ സ്ത്രീകൾ ഇപ്പോൾ എല്ലാ രംഗങ്ങളിലും വളരെയധികം മുന്നേറി വരുന്നുണ്ട്. അതിന് തുല്യമായ രീതിയിലുള്ള ഒരു കുടുംബ ജീവിതം ഉണ്ടാകുന്ന തരത്തിൽ പുരുഷന്മാരുടെ അല്ലെങ്കിൽ നമ്മളുടെ സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ഘടനയിൽ ഒരു ഉണർവുണ്ടായിട്ടില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ലൈഫ് സ്കില്ലൊന്നും എവിടെ ആർക്കും പഠിപ്പിക്കുന്നില്ല. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ഇതിൽ പുരുഷനെ എതിർപക്ഷത്ത് നിർത്തിയിട്ടല്ല നമ്മൾ ഈ വക കാര്യങ്ങൾ ഇപ്പോൾ കേസെടുക്കുക, ഉടനെ കേസെടുക്കുകയും ശിക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്തും എന്തുകൊണ്ട് വളരെ പഠിച്ച നല്ല ജോലിയുള്ള ചെറുപ്പക്കാർ ഈ കുടുംബത്തിൽ വയലൻ്റ് ആകുന്നു. അപ്പം അത്തരം കാര്യങ്ങൾ കൂടി നമ്മളൊരു സമൂഹം എന്നുള്ള നിലയ്ക്ക് പഠന വിഷയമാക്കേണ്ടതുണ്ട്. സമൂഹത്തിലും കുടുംബങ്ങളിലും ഉണ്ടാകുന്ന വിള്ളലുകളാണ് ഒടുക്കം ആത്മഹത്യകളിലേക്കും കൊലപാതകങ്ങളിലേക്കും എത്തിക്കുന്നത്. ഗാർഹിക പീഡനം വലിയ മാനസിക സംഘർഷത്തിലേക്ക് സ്ത്രീകളെ എത്തിക്കുന്നു എന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഗാർഹിക പീഡന പരാതികൾ വർദ്ധിക്കുന്നത് കൂടുതൽ സ്ത്രീകൾ പരാതിയുമായി രംഗത്ത് വരാൻ ധൈര്യപ്പെടുന്നത് മൂലമാണെന്നും കാണാൻ സാധിക്കും. പക്ഷേ അപ്പോഴും ശാരീരിക മാനസിക പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന സ്ത്രീകളുടെ എണ്ണം ഇതിന്റെ എത്രയോ ഇരട്ടിയാണെന്നാണ് അധികൃതർ തന്നെ സമ്മതിക്കുന്നത്. ഇപ്പോൾ പുറത്തുവിട്ട കണക്കുകളൊക്കെയും നിയമ സംവിധാനത്തിനു മുന്നിൽ വന്ന പരാതികളുടേതാണ്. അതുല്യയുടേതോ വിഭഞ്ചികയുടേതോ വിസ്മയുടേതോ പരാതികൾ ഈ കണക്കുകളിൽ ഉണ്ടായിരുന്നില്ല. ഇനിയും എത്ര പരാതികൾ ഇത്തരത്തിൽ അധികൃതരുടെ മുന്നിൽ എത്താനുണ്ട്? ക്യാമറാമാൻ MG മഞ്ജുഷനും റോഹിൻ രാജിനുമൊപ്പം മീര മനോഹരൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.